റസൂലുള്ളാഹിന്റെ ജന്മദിനമായി ബന്ധപ്പെട്ട അരവരി പോലുമില്ല. അതുകൊണ്ടാണ് ഇപ്പം അടുത്ത കാലത്ത് ഏപ്പിക്കാർ ഖുത്ബത്തു നെല്ലിക്കുത്തിയ എന്ന് പറഞ്ഞിട്ട് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരുടെ പുതിയ ഖുത്ബയാണ് ഇപ്പം പള്ളികളിൽ AP പള്ളിയിൽ ഓതാൻ തുടങ്ങി. EK സമസ്തയുടെ പള്ളിയിൽ ഇപ്പോഴും ഓതാൻ നബാത്തിയ ഖുത്ബയാണ്. അപ്പം അതിൽ നബിദിനമില്ല. പിന്നെ എന്താണ് ഖത്തീബ് ഖുത്ബയിൽ പറയാ? എന്താ പറയല്? ജനങ്ങളെ കരയേണ്ട മാസമാണ്. നമ്മളൊക്കെ കേട്ടത് എന്താണ്? ആഹ്ലാദിക്കേണ്ട മാസമാണ്. അവിടെ പറയുന്നു ജനങ്ങളെ കരയേണ്ട മാസമാ. ഇതുപോലൊരു മാസമാണ് ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. പ്രിയമുള്ളവരെ, ആ വിഷയം മാത്രം ഞാനൊന്ന് ചുരുക്കി പറയാണ്. സഫർ മാസത്തിന്റെ അവസാനത്തിലൂടെ മദീനയിൽ ഒരു സഹാബിയുടെ ജനാദ മറമാടി വീട്ടിലേക്ക് കടന്നു വരുന്ന മുത്തുനബിയോട് ആയിഷ ബീവി പറയുന്നുണ്ട്, നബിയേ എനിക്കെന്തോ ഒരു തലവേദനയാണെന്ന് പറയുമ്പോ മുത്ത് റസൂല് പറയുന്നുണ്ട്, ബല്ലനയാ ആയിഷ എനിക്കും നല്ല തലവേദനയുണ്ട് ആയിഷ. തലവേദന കൊണ്ട് തുടങ്ങിയ വഫാത്തിന്റെ രോഗമുണ്ടല്ലോ, പിന്നീട് ശക്തമായ പനിയാ. റിയാദ് സാലിഹീനിലെ 37-ാമത്തെ നമ്പർ ഹദീസിലൂടെ കാണാ, റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ എന്തോ ഒരു പനിയാണ് അങ്ങേക്ക് പനിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അബ്ദുല്ലാഹ് ഇന്നീ ലൗഅകു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്ന് രണ്ടാൾക്ക് പനിക്കുന്ന പോലെ എനിക്ക് പനിക്കുന്നുണ്ട് അബ്ദുല്ലാഹ്. ശക്തമായ പനിയാണ്. ഓരോ ഭാര്യമാരുടെ വീട്ടിലൂടെ മാറി മാറി താമസിക്കുന്ന പ്രവാചകന് എല്ലാവരുടെയും അനുവാദം വാങ്ങി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മാറുകയാണ്. പള്ളി തൊട്ടടുത്ത, എന്നാൽ പള്ളിയിലേക്ക് പോകാൻ പ്രയാസമാകുമ്പോ, പനി കഠിനമാകുമ്പോ പ്രവാചകൻ പറയുന്നുണ്ട്, ഹരീഖോ അലയ്യ മിൻ സബഇ റബ്, കെട്ടിവച്ച 7 തോൽപാത്രങ്ങളിൽ നിന്ന് എന്റെ ശരീരത്തിലേക്കൊന്ന് വെള്ളമൊഴിച്ചുതാ. എന്നിട്ടാണ് പ്രവാചകൻ പള്ളിയിലേക്ക് പോകുന്നത് എങ്കിലോ ഒരു മഗ്രിബ് നമസ്കാരത്തിന് വൽ മുർസലാത്തി ഉർഫാ ഇന്നുവരെ സൂറത്തോതി നമസ്കരിച്ച പ്രവാചകന് ഇശാഇന്റെ നേരമായപ്പോ പറയുന്നു, ആയിഷ അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണേ ആയിഷ. റസൂലേ, അങ്ങില്ലാത്ത മിഹ്റാബിൽ എന്റെ വാപ്പാക്ക് ഇമാമ നിൽക്കാൻ കഴിയില്ല റസൂലേ. ആയിഷ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ സ്ത്രീകളെ പോലെ ഒഴിക്കഴിവ് പറയുന്ന സ്ത്രീകളായി നിങ്ങൾ മാറല്ലേ ആയിഷ. അബൂബക്കറിനോട് ഇമാമ നിൽക്കാൻ പറയണേ. റസൂലുള്ളാഹിനെ തേടി വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വന്ന് പറയാ, അറിഞ്ഞോ അല്ലാഹുവിന്റെ ഹബീബ് വരൂലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് ഇമാമ. എന്നാൽ വിട പറയുന്നതിന്റെ 5 ദിവസം മുമ്പ് അൻസാറുകളുടെ മജ്ലിസിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോ അവരെ വല്ലാതെ കരയുന്നുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ സദസ്സോർത്ത് കൊണ്ട് കരഞ്ഞു പോയതാ. എത്ര ദിവസമായി ക്ലാസ് കിട്ടിയിട്ട് റസൂലുള്ളാഹിനോട് വന്ന് വിവരം ധരിപ്പിക്കുമ്പോ അന്ന് ളുഹറിന് വരുമെന്ന് അറിയിക്കുകയാ. സ്വഹാബത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാ. ളുഹറിന്റെ നേരമായി പ്രവാചകൻ എഴുന്നേൽക്കുന്നു. പക്ഷേ ബോധരഹിതനായി താഴെ വീഴുകയാണ്. ബോധം വരുമ്പോ ചോദിക്കുന്നു, ആയിഷ അവര് നമസ്കരിച്ചോ ആയിഷ? ഇല്ല നബി, അവർ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാ. വീണ്ടും എഴുന്നേൽക്കുന്ന ബോധരഹിതനായി താഴെ വീഴുകയാണ്. പലതവണ ബോധരഹിതനായി വീണ പ്രവാചകന് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിലൂടെ കൈവച്ചുകൊണ്ട് മസ്ജിദുൻ നബവി
നബവിയിലേക്ക് നടന്നു വരുമ്പോ റസൂലുള്ളാഹിന്റെ കാല് പോലും നിലത്ത് നിന്ന് പൊന്തിക്കാൻ കഴിയാതെ രണ്ട് ചാല് പോലെ കാണപ്പെട്ടു എന്ന് സഹാബ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടതുഭാഗത്ത് എന്നെ ഒന്ന് ഇരുത്തിത്താ സഹാബ. റസൂലുള്ളാഹിനെ പിന്തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് സ്വഹാബത്ത് ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ലോകത്തിന്റെ പ്രവാചകന്റെ വിളി വന്നു, അയ്യുഹന്നാസ് വസബൂഹു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പ്രവാചകനിലേക്ക് ചാടി വീഴുകയാ. എത്ര ദിവസമായി ലോകത്തിന്റെ മുത്തിന്റെ ക്ലാസ് കിട്ടിയിട്ട്. അവിടുന്ന് തൗഹീദിന്റെ പ്രാധാന്യം കൊണ്ടാണ് തുടങ്ങുന്നത്. ശിർക്കിനെതിരെയുള്ള ഗൗരവങ്ങളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സൂചനകളുണ്ട്. അൻസാറുകളുടെ മഹത്വം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, വഫാത്തിന്റെ സൂചന കൂടെ കൊടുക്കുകയാ. റസൂലുള്ളാഹിനെ തന്റെ വിരിപ്പലോടെ കൊണ്ടുവന്ന് കിടച്ചുമ്പോ പിന്നീട് പ്രവാചകൻ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയിട്ടില്ല. പ്രിയമുള്ളവരെ, വേദനകൾ ഇങ്ങനെ അസഹ്യമായി വരികയാണ്. മുഅവ്വിദത്തൈനി സൂറത്തുകൾ ഓതി കൈകളിലോതി ശരീരം ഇങ്ങനെ തടവുകയാ. സ്വന്തമായി ചെയ്യാൻ കഴിയാതെ വന്നപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ആ സൂറത്തുകൾ ഓതി റസൂലുള്ളാഹിന്റെ കൈകളിൽ ഓതിയിട്ട് പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ശരീരം ഇങ്ങനെ തടവി കൊടുക്കുകയാ. കാരണം റസൂലുള്ളാഹിന്റെ കൈക്കുള്ള ബറക്കത്ത് ഒരിക്കലും എന്റെ കൈക്കില്ലല്ലോ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളിയിൽ ഓതിയ നബാത്തിയ ഖുതുബയുടെ അടിസ്ഥാനത്തില് റബീഉൽ അവ്വൽ 10ന്റെ ദിവസമില്ലയോ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാ ഒരു മണി ഗോതമ്പിന്റെ ഭക്ഷണം പോലുമില്ല. ഇഷ്ടപ്പെട്ടു പോയ പടയെങ്കിൽ ജൂതന്റെ കയ്യിൽ പണയപ്പെടുത്തി കിട്ടിയ ഗോതമ്പ വിട പറയുമ്പോ റസൂലുള്ളാഹിന്റെ കുടൽമാലയിൽ ഉണ്ടായിരുന്നത് എങ്കിലോ ഇനിയോ റബീഉൽ അവ്വൽ 11ന്റെ ദിവസമില്ലയോ വിളക്ക് കത്തിക്കാൻ ഒരു തരി എണ്ണയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന എണ്ണയാ റസൂലുള്ളാഹിന്റെ വീട്ടിലൂടെ കത്തിക്കുന്നത് എങ്കിലോ ഇന്ന് നിബിധനത്തിന്റെ പേര് പറഞ്ഞ് ലൈറ്ററേജ്മെന്റുകളായി, മാല ബൾബുകളായി, തോരണങ്ങളായി ക്രിസ്ത്യൻ പള്ളികൾ അണിയിച്ചൊരുക്കുന്നത് പോലെ മുസ്ലിം പള്ളികൾ അണിയിച്ചൊരുക്കുന്നവരെ പഠിക്കാ. ഇനിയും ലോകത്തിന്റെ പ്രവാചകന് ബാക്കിയാണ്. ലോകത്തിന്റെ പ്രവാചകൻ ബാക്കിയാണ്. ഇനി ഖുതുബയുടെ അടിസ്ഥാനത്തില് റബീഉൽ അവ്വൽ 12ന്റെ സുബഹിയില്ലയോ പുലരാൻ മടിച്ചുപോയ മദീനയുടെ പ്രഭാതമില്ലയോ? ദുഃഖസാന്ദ്രമാണ് മദീന, തളർന്നുറങ്ങുകയാണ് മദീന. ലോകത്തിന്റെ പ്രവാചകൻ രോഗശയ്യയിലാണ്. അന്നിന്റെ സുബഹിന്റെ സമയം വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നില് ഒന്നൊഴിയാതെ സ്വഹാബത്ത് ഇങ്ങനെ അണിയണിയായി നിൽക്കുമ്പോ രോഗശയ്യയിലൂടെ കിടക്കുന്ന പ്രവാചകൻ ഒന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. കർട്ടൻ മാറ്റി സ്വഹാബത്തിലേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്ന് പുഞ്ചിരി തോന്നുകയാണ്. അവിടുന്ന് അയ്യാമു അഖീറത്തി മിൻ ഹയാത്തി റസൂലില്ലാഹ് എന്ന് പറയുന്ന കിതാബിലൂടെ കാണാം. കന്നഹു വറഖത മുസ്ഹഫിൻ പ്രശോഭിതമാ റസൂലുള്ളാഹിന്റെ മുഖമെന്ന് പറയുന്നത്. പ്രവാചകൻ എഴുന്നേറ്റിരുന്ന് നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ രോഗത്തിന് ശമനമുണ്ടെന്ന് മനസ്സിലാക്കി. അതുവരെ മസ്ജിദുൻ നബിയുമായി ചുറ്റിപ്പറ്റി നിന്നിരുന്ന സ്വഹാബ മദീനയുടെ പല ഭാഗങ്ങളിലേക്കും അവർ ജോലിക്ക് പോവുകയാണ്. എന്നാൽ അന്നിന്റെ ദുഹാ സമയമില്ലയോ റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കാ അതേ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന രംഗമാണ്. പ്രവാചകന്റെ വീട്ടിലോ സ്ത്രീകളല്ലാതെ ബാക്കിയില്ലാത്ത സമയമാണ്.
റൂഹ് പിടിക്കാൻ ഒരുങ്ങുമ്പോ അവിടേക്ക് കടന്നു വന്ന അളിയനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പോക്കറ്റിലിരിക്കുന്ന അറാഖിലേക്ക് പ്രവാചകൻ ഇങ്ങനെ ആംഗ്യം കാണിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ അറാഖെടുത്ത് വായിൽ വെച്ച് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിന്റെ പല്ല് തേച്ചു കൊടുക്കുമ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, അവസാനമായ റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി ചേർന്നതോ എന്റെ ഉമിനീരാണെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ എന്റെ മടിത്തട്ടിലാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ പ്രിയമുള്ളവരെ റൂഹ് പിടിക്കാൻ ഒരുങ്ങുകയാ. അസഹ്യമായ വേദനയാണ്. കാഠിന്യം കൊണ്ട് കൈകാലുകൾ ഇങ്ങനെ നീട്ടുകയും മടക്കുകയും ചെയ്യുന്നുണ്ട്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിലൂടെ കൈമുക്കിയിട്ട് മുഖമിങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹിന്റെ കരളല്ലേ. അവിടുന്ന് പറയുന്നുണ്ട്, വാക്കർ ബാബാ, എന്റെ വാപ്പാക്കെന്തൊരു വേദനയാ, എന്റെ വാപ്പാക്കെന്തൊരു പ്രയാസമാ. കരയല്ല മോളെ ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് വേദനയില്ല മോളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദനയുടെ കാഠിന്യം കൊണ്ട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, വേദനിക്കുന്നോ നബിയേ? ആയിഷ, ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ. അലമുത്വഅമുല്ലദീ അകൽതു ഫീ ഖൈബറ, പണ്ട് ഖൈബറിന്റെ മണ്ണില് ജൂദസ്ഫീദ് എന്ന വിഷത്തിന്റെ ഭക്ഷണമില്ലയോ, അതിന്റെ വേദന പോലും ഞാനിപ്പോ അറിയുന്നുണ്ട് ആയിഷ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസഖറാ. മരണത്തിന് അസഹ്യമായ വേദനയുണ്ട് ആയിഷ. ഇതുകൂടെ പറഞ്ഞ് പ്രവാചകന്റെ കൈകള് മുകളിലേക്ക് ഉയരുകയാണ്. റസൂലുള്ളാഹിന്റെ കൈകള് താഴോട്ട് വീഴുകയാ. വിട പറഞ്ഞു പോയി ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുകയാ. ആകാശലോകമായുള്ള ബന്ധം മുറിയുകയാ. വഹീന്റെ നാദം നിലക്കുകയാ. ദുഃഖസാന്ദ്രമാണ് മദീന. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ജീവിതത്തില് ഏറ്റവും വലിയ നൊമ്പരം അനുഭവിച്ച റബീഉൽ അവ്വൽ 12ന്റെ ദുഹാ സമയം എങ്ങനെയാ? റോഡിലൂടെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു, ചാടിക്കളിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. സമസ്തയുടെ പള്ളിയിൽ ഖുതുബ നടത്തിയ ഖതീബ് പോലും പറഞ്ഞത്, വഅയ്യു തുറഫിൻ അലൈഹിമാ തമ, ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തതോ? വഅയ്യു നഹീബിൻ അലൈഹിമ ഇർതഫ, ഏത് കുന്നത കുലജാതനാ തലയുയർത്താൻ കഴിയാ? അന്നത്തെ മദീനയുടെ അവസ്ഥ, അന്നത്തെ മദീനയുടെ സാഹചര്യമുണ്ടല്ലോ. സഹാബത്ത് മുഴുവനും സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇരുളടഞ്ഞ ദിവസമാണെന്ന് മദീന. പ്രവാചകന്റെ ജനാസക്കരിയിലേക്ക് ഓടി വരുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ ജനാസക്കരികിൽ വന്നിട്ട് സലാം പറയുമ്പോ കൂടെയുണ്ടായിരുന്ന സ്വഹാബി പറയുന്നുണ്ട്, ഉമറേ, അല്ലാഹുവിന്റെ മുത്ത് റസൂൽ വിട പറഞ്ഞു എന്ന് പറയുമ്പോ ഇല്ല, എന്റെ നബി ഉറങ്ങിക്കിടക്കുകയാ. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയ പോലെ പോയതാണെന്ന് പറയുമ്പോ, അല്ലോ ഉമറേ, അല്ലാഹുവിന്റെ മുത്ത് റസൂൽ വിട പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ എന്റെ ഹബീബ് വഫാത്തായെന്ന് ആര് പറഞ്ഞോ അവന്റെ തല ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു ദേശത്തോടുകൂടെ വാളൂരി നിൽക്കുമ്പോ സ്വഹാബത്ത് പോലും രണ്ട് തട്ടിലായി മാറുകയാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല, ദൂരെ നിന്ന് കുതിരപ്പുറത്ത് കടന്നു വരികയാ. പ്രവാചകന്റെ ജനാസക്കരികിൽ ഓടി വന്നിട്ട് ബി അബീ വഅൻത ഉമ്മി യാ
നബിയല്ലാഹ്. അറബികളുടെ അങ്ങേയറ്റത്തെ സ്നേഹപ്രകടനമാണെങ്കിലോ അവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉമർ ദേഷ്യമായി നിൽക്കാണ്. നേരെ മിമ്പറിലേക്ക് ഓടിക്കയറി പറയുന്നു, ജനങ്ങളെ, അല്ലാഹുവിന്റെ മുത്തു റസൂൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ ഖുർആനായ തോതി സമർപ്പിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കൈതളർന്ന് തേങ്ങിക്കരയുകയാണെങ്കിൽ, സ്വഹാബത്ത് ഇങ്ങനെ സങ്കടപ്പെടുകയാണെങ്കിൽ, മദീന ഇതുപോലെ കരഞ്ഞ ദിവസമുണ്ടോ? മുത്തുനബിന്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ, കൽബുകളായിരമായിരമായിരം കണ്ണീരാലെ കൊതിർന്നതല്ലേ. മദീന ഇത്രത്തോളം സങ്കടപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, സ്വഹാബത്തിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിലോ, ഈ വിഷയമാണ് ഖുതുബകളിലൂടെ ഖതീബ് ഓർമ്മപ്പെടുത്തിയതെങ്കിലോ, അതിനെ മറന്നിട്ടെങ്ങനെയാണ് ചാടിക്കളിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്? എങ്ങനെയാ? എന്നിട്ടാ നബിദിനത്തിന്റെ ഭാഗമായിട്ട് സ്റ്റേജുകളിൽ പറഞ്ഞെന്താ? അള്ളാന്റെ ഹബീബിന്റെ പേരിൽ തോന്നിവാസം. അല്ല പൊറുക്കുമോ നിങ്ങളോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഭാര്യയും ഭർത്താവും നടന്നു പോണ് കണ്ടാൽ അവളവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ അവളവിടെ നിർത്തിക്കോളണമെന്ന് പറയാൻ തലപ്പാവ് ധരിച്ച മുസ്ലിയാക്കന്മാർക്ക് ലജ്ജയില്ലെങ്കിലേ, ഞങ്ങളുടെ ഹബീബിന്റെ കളങ്കല്ലാത്ത ജീവിതമല്ലേ, അതിനെ നിങ്ങൾ കളഞ്ഞു മുടിക്കരുത് എന്നാൽ സകലമാന സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണമായി അള്ളാഹു നിയോഗിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്താകമാനമുള്ള മുഅ്മിനീങ്ങൾക്ക് മാതൃകയാണ്. ആ പ്രവാചകന്റെ ജീവിതമല്ലാതെ, ആ പ്രവാചകന്റെ സംസ്കാരത്തിനെ കളങ്കപ്പെടുത്തുമ്പോ ഇത് ഇന്നലെയല്ല, ഇന്നും ഇന്നലെയുമല്ല. സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാൻ ടി.കെ. അബ്ദുള്ള മുസ്ലിയാർ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതിയപ്പോ 33-ാം അധ്യായത്തിലെ സൂറത്ത് അഹ്സാബില് അള്ളാന്റെ റസൂലിന് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ പാടില്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹു റസൂലോ ഒരു കാര്യം വിധിച്ചാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, തങ്ങളുടേതായ കാര്യത്തിലൂടെ സ്വാതന്ത്ര്യം പ്രവർത്തിക്കാൻ അധികാരമില്ല എന്ന ആയത്തിനെ അദ്ദേഹം വിശദീകരിച്ചത് എങ്ങനെയെന്നറിയോ? പ്രവാചകന്റെ വളർത്തുമകൻ സയ്യിദിന്റെ ഭാര്യയോട് അള്ളാന്റെ റസൂലിനോട് പ്രണയം തോന്നുകയും അവരൊന്ന് ഡിവോഴ്സ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രവാചകൻ മോഹിക്കുകയും, എന്നിട്ട് പ്രവാചകൻ അവരെ വിവാഹം കഴിച്ചു എന്ന് പ്രവാചകന്റെ പേരിൽ ഇല്ലാത്തത് എഴുതി വെക്കുമ്പോ, പ്രിയമുള്ളവർ, ഇത് നബി സ്നേഹമാണോ? പ്രവാചകനോടുള്ള മഹബത്താണോ? നബിയോടുള്ള ഇഷ്ടമാണോ? അതുകൊണ്ട് കളങ്കപ്പെടുത്താൻ ഇല്ലട്ടോ. പത്തരമാറ്റത്തടക്കമുള്ള മഅസൂമായ ഒരു പ്രവാചകൻ ലോകത്തിന്റെ മുന്നിൽ മാതൃകയുണ്ടെങ്കിൽ ഇടനെഞ്ച് വെച്ച് പറയാൻ കഴിയും, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.